പ്രിയമുള്ളവരെ, ധനഹായിലേക്ക് സ്വാഗതം. സുറിയാനി സഭകളിൽ നിലനിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് മൂന്ന് നോമ്പ് ആചരണം. വലിയ നോമ്പ് തുടങ്ങുന്നതിന് 18 ദിവസം മുൻപുള്ള ബുധനാഴ്ചയാണ് മൂന്ന് നോമ്പ് അവസാനിക്കുന്നത്. തിങ്കളാഴ്ച തുടങ്ങി ബുധനാഴ്ച അവസാനിക്കുന്നു. ഈ വർഷം ഫെബ്രുവരി 7 തിങ്കളാഴ്ച തുടങ്ങി ഫെബ്രുവരി 9 ബുധനാഴ്ച അവസാനിക്കുന്നു. യോന പ്രവാചകൻ ദൈവത്തിന്റെ സന്ദേശമനുസരിച്ച് നിനിവെ നിവാസികൾക്ക് മനസാന്തരത്തിനുള്ള ആഹ്വാനം നൽകി. നിനിവെ നിവാസികൾ ചാരം പൂശി ചാക്കുടുത്ത് ഉപവസിക്കുകയും ദൈവത്തിന്റെ കരുണയ്ക്കായി യാചിക്കുകയും ചെയ്തു. ദൈവം അവരുടെ നിലവിളി കേൾക്കുകയും നിനിവയെ നശിപ്പിക്കാതിരിക്കുകയും ചെയ്തു. നിനിവയിൽ എത്തുന്നതിന് മുൻപ് യോന പ്രവാചകൻ 3 രാവും 3 പകലും മത്സ്യത്തിന്റെ ഉള്ളിൽ വസിക്കുകയും അനുതപിക്കുകയും പ്രാർത്ഥിക്കുകയും മനസാന്തരപ്പെടുകയും ചെയ്തു. യോനായുടെ മത്സ്യത്തിന്റെ ഉദരത്തിലെ 3 ദിവസത്തെ വാസവും നിനിവെ നിവാസികളുടെ ഉപവാസവും ഒക്കെയാണ് മൂന്ന് നോമ്പിൽ നാം അനുസ്മരിക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ കുറവിലങ്ങാട് മർത്തമറിയം പള്ളിയിലെ മൂന്ന് നോമ്പ് ആചരണം വളരെ പേരുകേട്ടതാണ്. യോനായുടെ കപ്പൽ യാത്രയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കപ്പൽ പ്രദക്ഷിണവും നടത്താറുണ്ട്. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് കപ്പൽ പ്രദക്ഷിണം. യോനായുടെ കപ്പൽ ആടിയുലഞ്ഞതുപോലെ ആദ്യം വളരെ വേഗത്തിൽ കപ്പൽ ഓടിക്കുന്നു, പിന്നീട് യോനായെ കപ്പലിൽ നിന്നും പുറത്തേക്ക് എറിയുന്നു. അതിനുശേഷം മന്ദഗതിയിൽ കപ്പൽ പ്രദക്ഷിണം നടത്തുന്നു. കടപ്പൂർ നിവാസികളാണ് ഈ കപ്പൽ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകുന്നത്. നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഈ നോമ്പാചരണത്തിൽ നടത്തേണ്ടത്. ദൈവത്തിന്റെ പദ്ധതികൾ മനസ്സിലാക്കാതെ നമ്മുടെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുന്നു. യോനായുടെ കപ്പൽ നശിക്കാൻ തുടങ്ങിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ദൈവത്തിന്റെ പ്ലാൻ നാം തിരിച്ചറിയുന്നത്. തെറ്റുകൾ മനസ്സിലാക്കാനും തിരുത്താനുമുള്ള കൃപയ്ക്കായി നമുക്ക് ഈ നോമ്പിൽ പ്രാർത്ഥിക്കാം. പഴയ നിയമത്തിലെ യോന പ്രവാചകന്റെ പുസ്തകത്തിന് ആകെ 4 അധ്യായങ്ങളാണുള്ളത്. അതിൻ്റെ ഓഡിയോ വെർഷൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.